ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BBA FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ് എന്ന പേപ്പറിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. ഈ ഒരു പേപ്പറിൻ്റെ യൂണിവേഴ്സിറ്റി സിലബസിൽ വരുന്നത് 4 മൊഡ്യൂളുകളാണ്. അതിലെ ഒന്നാമത്തെ മൊഡ്യൂള് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. സെക്കൻഡ് മൊഡ്യൂള് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. തേർഡ് മൊഡ്യൂള് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ആൻഡ് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എസെൻഷ്യൽ ആണ്. ഫോർത്ത് മൊഡ്യൂൾ വരുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പേപ്പറാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ്. അപ്പോൾ ഇത് SAC പേപ്പറാണ്. സ്കിൽ എൻഹാൻസ്ഡ് കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പേപ്പറാണിത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ്. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റേണൽ എക്സാമിന്, അതായത് എക്സാം ഉണ്ടാവുക 60 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 1.5 മണിക്കൂറിൻ്റെ 60 മാർക്കിൻ്റെ എക്സാമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ്. ഇപ്പോൾ ഓരോ മൊഡ്യൂളിലും വരുന്ന കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ ഒരു മൊഡ്യൂളിൽ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ്ങും ഡെഫിനേഷനും എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഈ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞാൽ തന്നെ ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ് എല്ലാവർക്കും അറിയാം, പക്ഷേ എങ്ങനെ പരീക്ഷയ്ക്ക് എഴുതുന്നതാണ് പലർക്കും ഈ ഒരു പേപ്പറിലുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ദി യൂസ് ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഇലക്ട്രോണിക് ഡിവൈസസും ഉപയോഗിച്ച് നടത്തപ്പെടുന്ന മാർക്കറ്റിങ്ങിന് പറയുന്ന പേരാണിത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ദി യൂസ് ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് സച്ച് ആസ്. ഏതൊക്കെ ഡിവൈസുകൾ ഉപയോഗിക്കുന്നത്? വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തുന്നു. വെബ്സൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് www.google.com, അല്ലെങ്കിൽ ഗൂഗിളിലൂടെ, അല്ലെങ്കിൽ www.amazon.com, അല്ലെങ്കിൽ www.meesho.com എന്നിങ്ങനെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് ആ വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി മാർക്കറ്റിംഗ് നടത്തുന്നു. ദെൻ സോഷ്യൽ മീഡിയ. ഈ പേപ്പറിൽ പല ഭാഗത്തും സോഷ്യൽ മീഡിയ വരും. അപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവർക്കും അറിയാം എന്താണ് സോഷ്യൽ മീഡിയ ഒക്കെ അല്ലേ. ഏതൊക്കെ സോഷ്യൽ മീഡിയാസ് ഉള്ളത്? വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ്. ഇതിലൂടെ നടത്തപ്പെടുന്ന മാർക്കറ്റിംഗ് ത്രൂ സോഷ്യൽ മീഡിയ ആണ് എന്ത്? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഓക്കെ അല്ല. ദെൻ സെർച്ച് എൻജിൻ. ഏതൊക്കെ സെർച്ച് എൻജിനാണ്? ഗൂഗിള്, യാഹു, ബിഗ് പോലുള്ള സെർച്ച് എൻജിൻസ് ആയത്. ദെൻ ഇമെയിൽ, മൊബൈൽ ആപ്പിൻ്റെ സഹായത്തോടു കൂടി മാർക്കറ്റ് ചെയ്യാം. ടു പ്രൊമോട്ട്. എന്തിനു വേണ്ടിയാണ്? പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പ്രൊഡക്ട്സ്, സർവീസ് ഓർ ബ്രാൻഡ്. അപ്പോൾ പ്രൊഡക്റ്റ്, സർവീസ്, ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിക് ഡിവൈസിൻ്റെയും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെയും നടത്തപ്പെടുന്ന മാർക്കറ്റിങ്ങിന് പറയുന്ന പേരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. മറ്റൊരു പേരാണ് ഓൺലൈൻ മാർക്കറ്റിംഗ്. ദെൻ ഓർ വെർച്വൽ മാർക്കറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിച്ച് നടത്തപ്പെടുന്ന മാർക്കറ്റാണെന്ത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇത് എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കാം. പിന്നീട് ഇവിടെ വരുന്ന ഒരു ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലേ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്? 24/7 അവൈലബിൾ ആണ്. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഏത് സ്ഥലത്തു നിന്നും ഉപയോഗിക്കാൻ പറ്റും. അത്രയും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് വരുന്നത്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അപ്പോൾ സിഗ്നിഫിക്കൻസും നേച്ചറൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. ഈ ഒരു ടേം വെച്ചിട്ട് എന്ത് ചെയ്യുക? നമുക്ക് സിഗ്നിഫിക്കൻസും നേച്ചറൊക്കെ എഴുതാം. നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ ബുക്കിലെ പോയിൻ്റ് ഒന്നും വരണമെന്ന് യാതൊരു നിർബന്ധം ഈ പേപ്പറിലില്ല. നമുക്ക് പല ഭാഗത്തുനിന്നും പല ആൻസറാണ് ഇത്തരം പേപ്പറുകൾക്ക് കിട്ടാറുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾക്ക് എഴുതേക്കാം, പക്ഷേ കുറേയൊക്കെ എന്ത് വരണം, ഈ ഡിജിറ്റൽ രീതിയിലേക്ക് വരണം. ഓക്കെ ഉള്ളോ. ഒന്ന് 24/7 അല്ലേ, കൺവീനിയൻസ് ആണ്. പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് ഇമേജ് കൂടും, കൃത്യമായ സർവീസ് കിട്ടും, ഏത് സ്ഥലത്തു നിന്നും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാം. അത്തരം പോയിന്റുകളൊക്കെ എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചെടുക്കാം. പിന്നീട് ഇവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ട്രഡീഷണൽ മാർക്കറ്റും ഡിജിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ട്രഡീഷണൽ മാർക്കറ്റ് നമുക്കറിയാം, നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ ഒരുപാട് ടൈമൊക്കെ കൺസ്യൂം ചെയ്തിട്ട് വാങ്ങുന്ന മാർക്കറ്റാണ് ട്രഡീഷണൽ മാർക്കറ്റ്. ദെൻ ഡിജിറ്റൽ മാർക്കറ്റ് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നിട്ട് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അല്ലേ ഒരുപാട് വൈഡ് ചോയ്സിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ അവിടെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ എന്താണ്, ട്രഡീഷണൽ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ഡിഫറൻസ് എല്ലാവരും പഠിച്ചേക്കാം. പിന്നീട് ഇവിടെ വരുന്ന 2 ടോപ്പിക്കാണ് 7 C'സും 5 A's. ഇത് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ച് തന്നെ വെക്കണം. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ വന്നിട്ടുള്ള ചോദ്യമാണ് 7 C's ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ 7 C'സിൽ ഒന്ന് വരുന്നത് കസ്റ്റമറാണ്. കസ്റ്റമറാണ്, ഒന്ന് കണ്ടൻ്റാണ്, ഒന്ന് കോണ്ടസ്റ്റാണ്, ഒന്ന് കമ്മ്യൂണിറ്റിയാണ്, കൺവീനിയൻസ്, കൊഹേഷൻ, കൺവേർഷൻ. അപ്പോൾ ഈ 7 C's എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ദെൻ പിന്നീട് വരുന്ന ടോപ്പിക്കാണ് 5 A's ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ. ഏതൊക്കെയാണ് 5 A's? അതിൽ വരുന്നതാണ് അവെയർ, അപ്പീൽ, ആസ്ക്, ആക്ട്, അഡ്വക്കേറ്റ്. അപ്പോൾ 5 A'സും 7 C'സും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വരുന്ന മേജർ ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതിൽ ഒരുപാട് ടൈപ്സ് ഉണ്ട്. പല ബുക്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ടൈപ്സ് കിട്ടുക. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ടൈപ്സാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മുടെ 3ാമത്തെ മൊഡ്യൂളിൽ ഈ ഒരു ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ടൈപ്സ് പഠിക്കുമ്പോൾ തന്നെ ഈ പേപ്പർ ഏകദേശം നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഈ ഒരു ടൈപ്സിന് വളരെ അധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്സ് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഈ ഒരു പേപ്പറിൽ സ്കോർ ചെയ്യും. അപ്പോൾ ഒന്നാണ് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ആ ഫുൾ ഫോം പറഞ്ഞാൽ തന്നെ അതിൻ്റെ മീനിങ് കൃത്യമായിട്ട് എഴുതാൻ കഴിയും. ദെൻ 2 സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആണ്. ദെൻ 3 സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. ദെൻ 4th വരുന്നത് കണ്ടൻറ് മാർക്കറ്റിംഗ് ആണ്, ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരുടെ സഹായത്തോടു കൂടി മാർക്കറ്റിംഗ് നടത്തുക. ദെൻ മൊബൈൽ മാർക്കറ്റിംഗ്, വീഡിയോ മാർക്കറ്റിംഗ്, പേ പെർ ക്ലിക്ക്. ഇതിൻ്റെ ഫുൾ ഫോം കൃത്യമായിട്ട് മനസ്സിലാക്കുക. PPC, പേ പെർ ക്ലിക്ക്. നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രം ഇത്തരം പരസ്യങ്ങൾക്ക് അതിൻ്റെ ആ പരസ്യത്തിൻ്റെ ഉടമസ്ഥൻ പൈസ കൊടുത്താൽ മതി. പേ പെർ ക്ലിക്ക്, പേ നൽകുക, പെർ ക്ലിക്ക്. ഓക്കെ ആണല്ലോ. ആ ഫുൾ ഫോം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. അപ്പോൾ ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് തന്നെയാണ് നിങ്ങളുടെ സിലബസിൽ ഉടനീളം വരുന്നത്. ഈ ഒരു ഏരിയ കൃത്യമായിട്ട് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് ഈ ഒരു പേപ്പറിൽ കിട്ടും. അപ്പോൾ ഇത്രയും ടേമുകൾ, ഈ 10 ടേം ഉണ്ടല്ലോ, ഈ 10 ടേം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നീട് ഇവിടെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ് 5 മാർക്കിന്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ഏതൊക്കെ ട്രെൻഡാണ് അതൊക്കെ നമുക്ക് എന്ത് വെച്ച് ചെയ്താൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് ചെയ്താൽ ഓക്കെ അല്ലോ. ദെൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI അല്ലേ. ഇപ്പോൾ AI കാലഘട്ടമാണ്. AI എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്.
അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നടത്തപ്പെടുന്ന മാർക്കറ്റിംഗ് ആണെന്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ AI മാർക്കറ്റിംഗ് ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചലഞ്ചസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ഓപ്പർച്യൂണിറ്റീസും ചലഞ്ചസും നമുക്കറിയാം. ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ചലഞ്ചസുമുള്ള മാർക്കറ്റിംഗ് ആണിത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സുകൾ കൃത്യമായിട്ട് പഠിച്ചേക്കാം. ദെൻ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഏതൊക്കെ എത്തിക്കൽ ഇഷ്യൂസാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നടക്കുന്നത്, ആ ഒരു ടോപ്പിക്കും കൃത്യമായിട്ട് പഠിക്കുക. ദെൻ വെബ് അനാലിസും വെബ് പേജും. വെബ് അനാലിസം പറഞ്ഞാൽ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. വെബ് പേജ് അല്ലെ, നമ്മൾ വെബ്സൈറ്റിൽ കാണപ്പെടുന്ന പേജിന് എന്ത് പറയുന്നത് വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു പേപ്പറിൻ്റെ ഏറ്റവും അടിത്തറ. അതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പറയുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, അതെല്ലാവരും പഠിച്ചേക്കാം. ആ ടൈപ്സിൽ വരുന്ന ഓരോ പോയിൻറ്റും ഡീറ്റെയിൽഡായിട്ട് അറിഞ്ഞിരിക്കാം. ദെൻ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ്സ്, അതുപോലെ തന്നെ ചലഞ്ചസും, അതുപോലെ തന്നെ ഇഷ്യൂസും. ദെൻ സെക്കൻഡ് മൊഡ്യൂളാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റ്. ഇവിടെ ഒരൊറ്റ കാര്യം അറിഞ്ഞിരുന്നാൽ മതി. ആ ഒരൊറ്റ കാര്യം അറിഞ്ഞിരുന്നാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യവും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. സോഷ്യൽ മീഡിയ എന്താണ്? സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടി നടത്തപ്പെടുന്ന മാർക്കറ്റിംഗ് ആണിത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അപ്പോൾ മാർക്കറ്റിംഗ് ത്രൂ സോഷ്യൽ മീഡിയ. എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പറഞ്ഞാൽ? മാർക്കറ്റിംഗ് ത്രൂ സോഷ്യൽ മീഡിയ അതിൽ വരുന്നതാണ്. എല്ലാവർക്കും അറിയാം ഏതൊക്കെ സോഷ്യൽ മീഡിയ എന്നൊക്കെ. എന്നിരുന്നാലും പല വിദ്യാർത്ഥികളും ഇതൊന്നും ആൻസർ ചെയ്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സപ്പ്, ട്വിറ്റർ, ലിങ്ക്ഡിൻ. ഇതൊന്നും എഴുതാൻ മറക്കരുത്. പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണിത് ലിങ്ക്ഡിൻ, ടിക്ടോക്ക്, ടെലഗ്രാം. അപ്പോൾ ഇത്രയും പേര് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയൻ്റെ മാർക്കറ്റിംഗ് മീനിങ് കിട്ടും. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റിംഗ് ആണിത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ത്രൂ സോഷ്യൽ മീഡിയ. ഇതിൻ്റെ ബെനഫിറ്റ്സും ഇമ്പോർട്ടൻസും നിർബന്ധമായിട്ട് പഠിച്ചേക്കുക. അപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, എന്താണ് അതിൻ്റെ ബെനഫിറ്റ്, എന്താണ് ഇമ്പോർട്ടൻസ്, എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളൊക്കെ ദൈനംദിന ജീവിതത്തിൽ എന്നും ഉപയോഗിക്കുന്ന ഒന്നാണിത് സോഷ്യൽ മീഡിയ. ഓക്കെ അല്ല. അപ്പോൾ അതിലൂടെ പരസ്യങ്ങൾ ഒരുപാട് കാണാറുണ്ട്. അതിലൂടെ നമ്മൾ സാധനങ്ങൾ വാങ്ങാറുണ്ട്. ഓക്കെ അല്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു റീൽ കണ്ടിട്ട് ആ റീലിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റീലിൻ്റെ ബേസിൽ പ്രൊഡക്റ്റൊക്കെ വാങ്ങാറുണ്ട്. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇവിടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പറയുന്നത് SMM ആണ് കേട്ടോ. ഫുൾ ഫോം മറക്കണ്ട. SMM ആണെന്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഓക്കെ അല്ല. മാർക്കറ്റിംഗ് ത്രൂ സോഷ്യൽ മീഡിയ. മാർക്കറ്റിംഗ് ത്രൂ സോഷ്യൽ മീഡിയ. കുറച്ച് സോഷ്യൽ മീഡിയയുടെ പേരും അതിൻ്റെ ബെനഫിറ്റും അഡ്വാൻറ്റേജസും. വേറെയും ഒരുപാട് ടോപ്പിക്ക് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒറ്റ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ആൻസറും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഓക്കെ ആണല്ലോ. ദെൻ തേർഡ് മൊഡ്യൂളാണ് SEO, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ആൻഡ് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എസെൻഷ്യൽസ്. കഴിഞ്ഞ വർഷമൊക്കെ ഇതായിരുന്നു ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്നാണ് ടോപ്പിക്കിനൊക്കെ സാധ്യത. അപ്പോൾ എന്താണ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ, അതിൻ്റെ പ്രോസസ്സ്, റൂൾസ് ഒക്കെ അല്ല, അതിൻ്റെ ടൈപ്സ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. പിന്നീടാണ് അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഈ ഒരു മേജർ ടോപ്പിക്കിൽ. സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്താണ്, പിന്നീട് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് SEM, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുമായി ബന്ധപ്പെട്ട കീവേഡ്സുകൾ, കാര്യങ്ങൾ. ഈ ഒരു ഡിഫറൻസാണ് ഇവിടെ മെയിനായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത്. സെർച്ച് എൻജിൻ മാർക്കറ്റിങ്ങും സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷനും. പിന്നീട് വരുന്ന ഫോർത്ത് മൊഡ്യൂളാണ്
അതിൽ ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. ഇമെയിലിലൂടെ നടത്തപ്പെടുന്ന മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് ത്രൂ ഇലക്ട്രോണിക് മെയിൽ. നമ്മൾ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണിത് ഇമെയിൽ. അപ്പോൾ ഇമെയിൽ എന്താണെന്നും ഇമെയിലിൻ്റെ ടൈപ്സും ഇവിടെയും മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് എന്താണെന്ന് കൃത്യമായിട്ട് നോക്കുക. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ബെനഫിറ്റ്സ്, ദെൻ ടൈപ്സ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ്. അതിൽ മെയിനായിട്ട് ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗും വരുന്നുണ്ട്, ഔട്ട് ബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്. ഈ 2 ടൈപ്സും നിർബന്ധമായിട്ടൊന്ന് പഠിച്ചു നോക്കുക. ഓക്കെ ആണല്ലോ. പിന്നീട് ഇവിടെ വരുന്നതാണ് ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്, അതിന് ടൈപ്സ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. മെയിനായിട്ട് ഇമെയിൽ മാർക്കറ്റിംഗ്, അതിൻ്റെ ടൈപ്സും ഒബ്ജക്റ്റീവ്സും ബെനഫിറ്റും പഠിച്ചേക്കുക. അപ്പോൾ ഈ ഒരു പേപ്പറിൽ കൃത്യമായിട്ട് പഠിക്കേണ്ടത് ഒരു ഭാഗം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, ഒരു ഭാഗം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്, ഒരു ഭാഗം സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗുമാണ്, ദെൻ ഇമെയിൽ മാർക്കറ്റിംഗ്. അതായത് നിങ്ങളുടെ 4 മൊഡ്യൂളുടെയും ടൈറ്റിൽ ഹെഡിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.